ഉത്തരാഖണ്ഡിൽ ഹിമപാത അപകടത്തിൽ 4 പേർ മരിച്ചു. രക്ഷപ്പെടുത്തിയ 49 പേരിൽ ചികിത്സയിലിരുന്ന 4 പേരാണ് മരിച്ചത്. ഇനിയും കണ്ടെത്താനുള്ള 6 പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ഇന്ന് 14 പേരെ കൂടി ദൗത്യസംഘം രക്ഷപ്പെടുത്തിയിരുന്നു. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ക്ഷേത്രത്തിന് 5 കിലോമീറ്റർ ദൂരെയാണ് ഹിമപാതമുണ്ടായത്. വിറങ്ങലിച്ചു പോകുന്ന തണുപ്പിലും മഞ്ഞിൽ പുതഞ്ഞ ജീവന്റെ തുടിപ്പ് തേടിയുള്ള തെരച്ചിലിലാണ് ഇപ്പോഴും ദൗത്യസംഘം. അപകടത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ് ഉൾപ്പെടെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച, മഴ, മഞ്ഞിടിച്ചിൽ എന്നിവ രക്ഷാദൌത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. വ്യോമമാർഗം വഴി സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. രക്ഷപ്പെടുത്തിയ ചികിത്സയിലിരിക്കുന്ന തൊഴിലാളികളെയും മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാമിയുമായി ആശയവിനിമയം നടത്തുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനവും ചെയ്തു. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിലുണ്ടായിരുന്ന 55 നിർമ്മാണ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ക്യാമ്പിൽ ഈ സമയം ഉണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ട 55 പേരുടെ പേര് വിവരങ്ങളും പോലീസ് ഇതിനകം പുറത്തുവിട്ടിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് സർക്കാർ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തിറക്കിയിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.